الحمد لله الملك الجواد حمدا وافيا دائما أبدا الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى التباع لهم بخير ورشاد. اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന പാപങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹുവിൻ്റെ സ്വർഗം അവൻ നൽകുമാറാവട്ടെ. നരകമോചനം സാധ്യമാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ നാം പറഞ്ഞു വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലെങ്കിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല ഹിക്മത്ത് നൽകി. ആ ഹിക്മത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. എന്നിട്ട് അല്ലാഹു അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത് അനിഷ്കുർ ലില്ലാഹ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം എന്നതാണ്. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അത് ആ റബ്ബിനോട് നാം കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നന്ദി എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, നമുക്ക് ആരെങ്കിലും ഒരാളൊരു സഹായം ചെയ്താൽ ആ സഹായം ചെയ്ത വ്യക്തിക്ക് നാം പിന്നീട് ഒരു സഹായം ചെയ്യുമ്പോൾ അതിനൊരു താങ്ക്സ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ടാകും. എന്നാൽ അതിലധികം സ്നേഹവും സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതിനു വേണ്ടിയാണ് അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം എന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചാൽ തുനിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഖുർആൻ. നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കാത്ത വിധം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ അല്ലാഹുവിന് റിട്ടേൺ ആയി നിങ്ങൾ ശുക്ർ ചെയ്യണമെന്ന് അല്ലാഹു ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിലെ വിവിധങ്ങളായ ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, ലിയഅകുലൂ മിൻ സമരിഹി വമാ അമിലതു വൈദിഹിം അഫലാ യശ്കുറൂൻ. നിങ്ങൾക്കതൊക്കെ നൽകിയത് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്, ശുക്ർ ചെയ്യുന്നില്ലയോ? വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. ഇങ്ങനെ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ, നിങ്ങളുടെ ആയുരാരോഗ്യം എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നില്ലയോ എന്ന്. നന്ദി ചെയ്യുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കൂടെയാണ്. നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ കഴിയൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയാൻ, അജബൽ ലി അംരിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് വളരെ അത്യത്ഭുതമാണ് അവന്റെ കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ.
ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവനുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനല്ലാതെ ഈ വിധത്തിൽ അവന്റെ കാര്യങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. ഇൻ അസാബതുഹു സറാഉ ശകറാ, മുഅ്മിനായ മനുഷ്യൻ എന്തെങ്കിലും സന്തോഷം വന്നാൽ, എന്തെങ്കിലും ഒരു ഖൈർ അവന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയും ചെയ്യുന്നവനാണ്. അജബൻ, അത് അത്ഭുതമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഇൻ അസാബതുഹു ദർറാ, ഇനി എന്തെങ്കിലും പ്രയാസമാണ് അവന്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ സബറ, അവൻ ക്ഷമിക്കുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതും അവന്റെ ഖൈറാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഖൈർ ഒന്നുകിൽ ശർർ തന്നെ ഉണ്ടാവുക. ഖൈറായാലും സന്തോഷം, ശർറായാലും സന്തോഷം. ഖൈറാണെങ്കിൽ ശകറാവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, അപ്പോൾ അവന് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നു. എന്നാൽ ശർറാണ് വരുന്നതെങ്കിലോ സബറ, അവൻ ക്ഷമിക്കുന്നു, അതിനും അല്ലാഹു തആല വലിയ നേട്ടം നൽകുന്നു. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അൽ ഈമാനു നിസ്ഫാനി, ഈമാൻ രണ്ട് പാതിയാണ്. നിസ്ഫുൻ സബറുൻ, അതിന്റെ ഒരു പാതി അത് ക്ഷമയാണ്. വനിസ്ഫുൻ ശുക്റുൻ, അതിന്റെ മറ്റൊരു പാതി അല്ലാഹുവിനുള്ള നന്ദി രേഖപ്പെടുത്തലാണ്. രണ്ട് പാതിയാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈമാനിന്റെ രണ്ട് പാതിയിൽ ഒന്ന് സബറാണ്, മറ്റൊന്ന് ശുക്റാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഹിക്മത്ത് കൊടുത്തതിന് ശേഷം അല്ലാഹു പറയാണ്, അനിഷ്കുർ ലില്ലാഹ്, ലുഖ്മാൻ നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്യണം. അല്ലാഹു നമുക്ക് എത്രത്തോളം നന്മ, ഗുണങ്ങൾ, അല്ലാഹു അനുഗ്രഹങ്ങൾ എത്ര ചെയ്തോ അത്ര കണ്ട് നമ്മൾ ശുക്ർ രേഖപ്പെടുത്തുന്നവരാണ്. അങ്ങനെയാണ് മഹാന്മാരായ അമ്പിയാക്കളൊക്കെ ചെയ്തിരുന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു പറയുന്നത്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ, നല്ല നന്ദിയുള്ള അടിമയായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നിടത്ത് ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും നന്ദി ചെയ്യുന്നവരായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ മഹാന്മാർ എങ്ങനെയാണ്? അത് പ്രവാചകന്മാരുടെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി കഴിഞ്ഞിട്ടും നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാ, തങ്ങളുടെ കാല്, ആ കാലിൽ നീര് വന്ന് പ്രയാസപ്പെട്ട് കണ്ടപ്പോൾ ആയിഷ ബീവി ചോദിക്കുകയാണ്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ അങ്ങ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? വഖദ ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, നിങ്ങൾക്ക് മുൻകാലത്ത് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും വരാൻ പോകുന്ന ദോഷവും എല്ലാം പുറത്തു തന്നിട്ടുണ്ടല്ലോ, അങ്ങ് മഅ്സൂമാണല്ലോ, അങ്ങിൽ നിന്ന് തെറ്റ് വരില്ലല്ലോ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറയുന്നത്, അഫലാ കൂനു അബ്ദൻ ശകൂറാ, ഓ ആയിഷ, ഞാൻ അല്ലാഹുവിന് ഒരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നന്ദി അത്രത്തോളം അല്ലാഹു തആല അനുഗ്രഹം ചൊരിച്ചു കൊടുത്തു. ഈ ലോകം തന്നെ വളക്കാൻ കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം സ്ഥാനം അല്ലാഹു കൊടുത്തപ്പോൾ ആ റിട്ടേൺ തിരിച്ച് അല്ലാഹുവിന് കൊടുക്കുകയാണ്, തിരിച്ച് അല്ലാഹുവിന് കൊടുക്കുകയാണ്.
എന്നാൽ നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടിയ നിയമത്താവില്ല, കിട്ടാത്തതിനെ കുറിച്ചായിരിക്കും നമുക്ക് ആശങ്ക അല്ലേ? കിട്ടിയതിനെ കുറിച്ച് എത്ര ആളുകൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയണം. അങ്ങനെ പറയുന്ന ഒരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് ഈ ഭൂമിലോകത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഖൽബുൻ ശാകിറുൻ, ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സ്. ഏത് നന്മ അല്ലാഹു തആല നൽകിയാലും, ഏത് സന്തോഷം അല്ലാഹു നൽകിയാലും അല്ലാഹുവിന് ശുക്ർ ചെയ്യാനുള്ള നല്ല ഒരു ഖൽബ്, ഹൃദയം, ആ ഹൃദയം നമുക്ക് കിട്ടുക എന്നാണ് ഈ ഭൂമി ലോകം തന്നെ ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുറേ വേറെ കാര്യങ്ങൾ കിട്ടിയിട്ട് എന്ത് കാര്യം? ഉള്ളതിൽ തൃപ്തിപ്പെടാൻ, ഉള്ളതിന് അല്ലാഹുവിന് റിട്ടേണായി കൊടുക്കേണ്ട ശുക്ർ അത് രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അത്തരം നല്ല ഒരു മനസ്സ് നൽകുമാറാവട്ടെ. പലപ്പോഴും നമുക്കത് വരാറില്ല എന്നതാണ്. പലപ്പോഴും നമ്മൾ പലർക്കും അങ്ങനെ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് കുറഞ്ഞ ആളുകളെ നന്ദി രേഖപ്പെടുത്തുന്ന ആളുകളുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. കുറഞ്ഞ ആളുകളെ നന്ദി രേഖപ്പെടുത്തുന്നവരുള്ളൂ. അപ്പൊ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ പലപ്പോഴും ഇല്ലാ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതില്ല, ഈ സൗകര്യമില്ല, അതില്ല, അതില്ല, ഇതില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉള്ളതെന്താ? ഉള്ളതിനെ കുറിച്ച് പറയാൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കുകയാണ്. ഇല്ല 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 എന്നിങ്ങനെ പറയുകയാണ്. യഥാർത്ഥത്തിൽ അത് നമ്മൾ സൈക്കോളജിക്കലി ചിന്തിച്ചാൽ തന്നെ നമ്മുടെ മാനസികമായ തളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടെയാണ്. ഇല്ല ഇല്ല എന്നിങ്ങനെ പറയുന്ന ആളുകൾക്കൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾ ഏറ്റവും കൂടുതൽ പറയുന്ന എന്താ? ഇല്ല ഇല്ല എന്നുള്ള കാര്യം. അതവന്റെ ഉപബോധ മനസ്സിനെ സ്വാധീനം ചെലുത്തുകയും അവനെ നിഷ്ക്രിയനാക്കുകയും ചെയ്തു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എന്നിട്ട് ഖുർആൻ പറയാണ് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും അല്ലാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിയാൽ അത് അല്ലാഹുവിനുള്ള വലിയ നേട്ടമല്ല, അതിന്റെ മുഴുവൻ നേട്ടവും അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് ഖുർആൻ. അത് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്. കുറെ ആളുകൾ അല്ലാഹുവിനെ ഇങ്ങനെ ദിക്ർ ചൊല്ലി എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന അവസരത്തിൽ അല്ലാഹുവിന് ഇങ്ങനെ അധികാരം കൂടുന്നു. ഇനി ആരും ശുക്ർ ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന് അധികാരം കുറയുന്നു, അങ്ങനെയൊന്നുമില്ല. അല്ലാഹുവിനുള്ളതെല്ലാം ഉണ്ട്, അതിലൊരു കുറവുമില്ല. പക്ഷേ പിന്നെ കിട്ടുന്നത് ആർക്കാണ്? അതിന്റെയും റിട്ടേൺ വരുന്നത് ആർക്കാണ്? അത് ഈ ശുക്ർ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും അല്ലാഹു കൊടുക്കുന്നതാ. ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞത്, നിങ്ങൾ ശുക്ർ രേഖപ്പെടുത്തിയോ, എന്നാൽ നിങ്ങൾ ആ രേഖപ്പെടുത്തിയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും വർദ്ധനവ്, അഭിവൃദ്ധി അല്ലാഹു തആല ഉത്തരോത്തരം നൽകും എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾ അല്ലാഹുവിനെ ശുക്ർ രേഖപ്പെടുത്തിയാൽ, നന്ദി രേഖപ്പെടുത്തിയാൽ വീണ്ടും വീണ്ടും അല്ലാഹു നൽകുകയാണ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറയാം, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തി, അത് നിങ്ങൾക്ക് തന്നെയുള്ളതാണ്, അത് നിങ്ങൾക്ക് തന്നെയുള്ളതാണ്. അതുകൊണ്ട് നന്ദി രേഖപ്പെടുത്തണം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, 3 വിധത്തിൽ നാം നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. 3 വിധത്തിലുള്ള നന്ദി രേഖപ്പെടുത്തൽ. ഒന്ന് അശ്ശുക്റു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുക. അതെങ്ങനെയാണ്? ഹൃദയത്തിൽ എപ്പോഴും പടച്ച റബ്ബാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് എന്ന ഒരു ബോധ്യം ഉണ്ടാവുക. എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, എന്റെ പ്രാപ്തി കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ എന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്ത് ഉന്നതങ്ങളിൽ എത്തിയതാണ് എന്ന അഹംഭാവവും അഹംബോധവും ഇല്ലാതിരിക്കുക. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നതാണ് എന്ന നല്ല ഒരു മനസ്സ് നമുക്കുണ്ടാവലാണ് അശ്ശുക്റു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് മഹാനായ
വസാലി ഇമാം പറയുന്നു അശ്ശുക്റു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ശുക്ർ ഉണ്ടാവണം, നാവ് കൊണ്ട് ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അൽഹംദുലില്ലാ, അതിൽ ഏറ്റവും വലിയ വാക്കാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും അത് പ്രത്യേകം പറയാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ പറയാൻ ഹദീസുകളിൽ പഠിപ്പിച്ചു. ഒന്നാമത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന അവസരത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ആ ദിക്ർ മുഴുവനായി ഒരാൾക്ക് ഓർമ്മയില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ നമ്മൾ. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ഇന്നിന്റെ പ്രഭാതം പ്രതീക്ഷിച്ച് ഉറങ്ങിയ എത്ര ആളുകളുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എണീക്കണം, ഇന്നാലിന്നിടങ്ങളിൽ പോകണം, ഇന്ന തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇന്നലെ കാൽക്കുലേഷൻ നടത്തിയ പലരും ഇന്ന് പ്രഭാത സമയമായപ്പോൾ ലോകത്ത് മരിച്ചുപോയി. അവർക്ക് ആയുരാരോഗ്യം ഉണ്ടായില്ല, അവരുടെ വാലിഡിറ്റി തീർന്നുപോയി. അതല്ലെങ്കിൽ അവർക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, സ്ട്രോക്ക് വന്നുപോയി, വലിയ രോഗം വന്നുപോയി, തളർന്നു കിടന്നു. ഇങ്ങനെ എത്രയാണ് ആളുകൾ, എത്ര സംഭവങ്ങളാ നമ്മൾ കേൾക്കുന്നത്. രാത്രി ഉറങ്ങിയതാണ്, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് നമ്മൾ പേരിടുകയാണ് സൈലന്റ് അറ്റാക്ക്, അല്ലെ? സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് സമാധാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തിന്റെ അത്ഭുതം പറയുമ്പോൾ ഖുർആനിൽ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു ആ റൂഹിനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ചില ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇന്നലെ രാത്രി ഉറങ്ങിയതോടെ നമ്മൾ മരണത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട്. നമ്മുടെ ഉറക്ക് എന്ന് പറഞ്ഞാൽ അത് അഹുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ് യഥാർത്ഥത്തിൽ അന്നവും ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ, പടച്ചോനെ എനിക്കൊരു പ്രഭാതം കൂടി നീ നൽകിയല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഉറപ്പല്ലേ പറയണ്ടേ? കാരണം വെള്ളം എന്ന് പറയുന്ന പ്രതിഭാസം ഈ ഭൂമി ലോകത്ത് രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂല. തബാറക സൂറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞില്ലേ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഅകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ ഈ ജലാശയം വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം കൊണ്ട് വന്നു തരിക എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരു വെല്ലുവിളിയായി. ഇന്നും ശാസ്ത്രം വികസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ജലക്കണികയിൽ നിന്ന് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട് എന്ന് പറയാൻ H2O എന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയുകയും ഒരു പക്ഷേ അതിനെ വിഘടിപ്പിച്ചെടുക്കാൻ കഴിയുകയും സാധിക്കും എന്നല്ലാതെ അതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ലഭിച്ചാൽ അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ജലകണികയുണ്ടാക്കാൻ, തുള്ളി വെള്ളമുണ്ടാക്കാൻ ഇന്നതുവരെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. അതാണ് ചോദിക്കുന്നത്, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾക്ക് ആരാണ് വെള്ളം കൊണ്ടുവന്ന് തരിക? ആരാണ് വെള്ളം കൊണ്ടുവന്ന് തരിക? അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് തന്നെ നമ്മൾ മുദ്രാവാക്യം വിളിച്ച് എവിടേക്കെങ്കിലും ധർമ്മ നടത്തും? ഇല്ല, നമ്മൾ വേഗം കൈ ഉയർത്തുന്നത് അല്ലാഹുവിലേക്കാണ്. വെള്ളം തരണേ, പടച്ചവനോട് പറയില്ലാതെ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം മാത്രമാണോ? അല്ലാഹു തആല വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങൾ പലപ്പോഴും തടസ്സപ്പെട്ടു പോകുമ്പോൾ, ക്രിയാറ്റിൻ കൂടി പോകുമ്പോൾ പിന്നെ ഡോക്ടർ പറയാണ് നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ ജലാംശം അടങ്ങിയ പഴങ്ങൾ, ചാറുകൾ ഇത് മുഴുവനും കാൽക്കുലേറ്റ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം മാത്രമേ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്താൻ പാടുള്ളൂ. അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പറയാറില്ല ഡോക്ടർമാര്, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ഗ്ലാസ്സിലേറെ കുടിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ, എത്ര അനുഗ്രഹമാണ് നീ ചെയ്തത്, എന്തൊരു അനുഗ്രഹമാണെന്നോ നീ ചെയ്തത്. സുലഭമായി കിട്ടുന്ന ഈ വെള്ളം, നിർലോഭമായി നീ നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ബിസ്മിയും ചൊല്ലിത്ത് കുടിച്ച് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ടവരല്ലേ. മൂന്നാമത്തെ സന്ദർഭം, ബാത്റൂമിൽ നമ്മൾ പോയി തിരിച്ചു വരുന്ന അവസരത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൽപ്പിച്ചതാണ് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ അൽഹംദുലില്ലാഹി പറയണ്ടേ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, പോകുന്നില്ല, പ്രയാസമായില്ലേ? ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയി എത്ര പണമാണ് ചിലവാകുന്നത്. അതുകൊണ്ട് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോ പബ്ലിക് ടോയ്ലറ്റുകൾക്കൊക്കെ കംഫർട്ട് സ്റ്റേഷൻ എന്നാണ് പറയാറുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കംഫർട്ട് വളരെ കറക്റ്റ് ആണത്. കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആശ്വാസ കേന്ദ്രം എന്നാണ്. ആശ്വാസം തന്നെ അല്ലേ? എന്നിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പ്രയാസമായിട്ട് പോകുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് നമ്മൾ പറയണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാൻ നാലാമത്തെ അവസരം തുമ്മി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണേന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുമ്മി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹ് തുമ്മി കഴിഞ്ഞാൽ മറക്കരുത്. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓവർ എക്സ്ഹൈലിംഗ് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ പൊടിപടലങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഓവർ എക്സ്ഹൈലിംഗ്, ഫോഴ്സ്ഫുള്ളായ ഒരു എക്സ്ട്രാ പ്രവർത്തനമാണ് നമ്മുടെ ബോഡി എടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഹൃദയം ഒരു മൈക്രോ സെക്കൻഡ് നിലച്ചു പോകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിന്റെ പ്രയാസം അറിയും. കൂടുതൽ തുമ്മുന്ന ആളുകളൊക്കെ ഉണ്ടാവും, വസ്തുക്കളുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ തുമ്മിക്കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോകും, വളരെ ക്ഷീണിച്ചു പോകും. എന്താ കാരണം? ഓവറായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ബോഡി എടുക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു രണ്ടാമതൊരു ജീവൻ തന്നതാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടവരല്ലേ നമ്മൾ. അല്ലാഹു ഇതൊക്കെ ഓർമ്മയിൽ നിലനിർത്തി തരുമാറാവട്ടെ. ഉറങ്ങുന്ന സമയത്ത് പറയണം അൽഹംദുലില്ലാഹ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉറങ്ങുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ പറയണം. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആലോചിക്കുക എന്താ? ഇന്നിപ്പോ അങ്ങോട്ട് ബോഡിയില്ലായിരുന്നു, ആ ബിസിനസ് അതിന്റെ തല വെച്ചു കൊടുക്കാൻ ഇന്നിപ്പോ അത് പറയേണ്ടില്ലായിരുന്നു, വല്ലാത്തൊരു ദിവസമായിരുന്നു അല്ലേ? ഇങ്ങനെ നമ്മളെ നെഗറ്റീവുകളൊക്കെ ഓർക്കാനാണ് അന്ന് നമ്മൾ അങ്ങനെയല്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ സുബഹി ജമാഅത്ത് കിട്ടില്ല, അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. നല്ല ആരോഗ്യമല്ലേ? അൽഹംദുലില്ലാഹ്. ഇന്ന് കുറെ ഹൈറായ പ്രവർത്തനം. ഇന്നൊരു ക്ലാസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല, എഴുത്തിക്കാഫിനെ നിങ്ങത്ത് വെച്ച് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, മാഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട്. എന്നിട്ട് ഞങ്ങൾ വേറെ ചിന്തിച്ച് നാല് കുഴപ്പം. ഒരു 33 തവണ അൽഹംദുലില്ലാഹ് പറയണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 സന്ദർഭങ്ങൾ, ഇനിയും ധാരാളം സന്ദർഭങ്ങളുണ്ട് ഞാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി. ക്ലാസ്സുകളെ കൊണ്ട് നമുക്ക് ഉപകാരമാണല്ലോ. അപ്പൊ ഒന്ന്, ഉറങ്ങുന്ന അവസരത്തിൽ അൽഹംദുലില്ലാഹ്, ഉണരുന്ന അവസരത്തിൽ അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് നമ്മൾ കൊണ്ടുപോയി വേസ്റ്റായി തള്ളി പുറത്തേക്ക് പോരുന്ന അവസരത്തിൽ ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ അൽഹംദുലില്ലാഹ്. ഇനി ഒരൊറ്റ സന്ദർഭമാണ്, അത് തുമ്മുന്ന അവസരത്തിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇനി ശുക്ർ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തിയാൽ അതിന്റെ ഗുണവും അവന് തന്നെയാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയാണ്, മാ അൻഅമ അല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ. ഒരു അടിമക്ക് അല്ലാഹു തആല ഒരു നിഅമത്ത് കൊടുക്കുന്നു, ഫഖാല അൽഹംദുലില്ലാഹ്. ആ നിഅമത്ത് കിട്ടുമ്പോൾ അവൻ അൽഹംദുലില്ലാഹ് പറയുന്നു, ഇല്ലാ കാനല്ലദീ അഅതാഹു അഫ്ളല മിമ്മാ അഖദാ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നിഅമത്ത് കൊടുക്കുന്ന അവസരത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് പറഞ്ഞത് കാരണം അതിനേക്കാൾ വലിയ നിഅമത്ത് കൊടുക്കും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നാവ് കൊണ്ടുള്ള ശുക്ർ അൽഹംദുലില്ലാഹ് പറയാനാണ്. അതുപോലെ തന്നെ നമുക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയാം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന സബീലിലൂടെ, അഹങ്കാരം നടിക്കാൻ വേണ്ടിയല്ല, എന്റെ പവറാണെന്ന് പറയാനില്ല, അല്ലാഹു ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ എങ്ങനെയാണ്? അവയവങ്ങൾ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ഉപയോഗപ്പെടുത്തുക.
പടച്ച റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അല്ലാഹുവിന് വിധേയപ്പെട്ടു കൊടുക്കുക. ഇതാണ് അല്ലാഹുവിനെ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള ശുക്ർ. അല്ല, ആയിരാരോഗ്യമെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. സമ്പത്ത് കിട്ടുമ്പോൾ അതിൽ നിന്ന് ചിലവഴിക്കുക. ഇങ്ങനെ തുടങ്ങി അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് നാം റിട്ടേൺ കൊടുക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഊസീക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സലാത്തിൻ അൻ തഖൂൽ اللهم أعني على ذكرك وشكرك وحسن عبادتك. ഓ മുആദേ, ഏത് നിസ്കാരം കഴിഞ്ഞാലും നീ ചൊല്ലേണ്ട ഒരു ദിക്ർ ഞാൻ പറഞ്ഞത് അത് ഒഴിവാക്കരുതേ മുആദേ. اللهم أعني على ذكرك, നിന്നെ ഓർക്കാൻ എനിക്ക് നീ സഹായം ചെയ്യണേ, ഓർമ്മ നൽകണേ. അല്ലാഹുവിനെ ഓർക്കാനുള്ള ഒരു ഓർമ്മ അത് നൽകണേ. വശുക്രിക, നിന്നെ ശുക്ർ ചെയ്യാനുള്ള ഓർമ്മയും നൽകണേ. വഹുസ്നി ഇബാദതിക, ഇബാദത്തുകളൊക്കെ പെർഫെക്റ്റ് ആയി നിർവഹിക്കാൻ അതിനും നീ എനിക്ക് ഓർമ്മ നൽകണേ, എന്നെ സഹായിക്കണേ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് നമ്മൾ ശുക്ർ ചെയ്യുക എന്ന്. അതുകൊണ്ടാണ് ശുക്റിന് ഒരു സുജൂദ് തന്നെ. ശുക്റിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് പ്രത്യേകമായി കൊണ്ടുവച്ചു. അതിന്റെ ആ ശുക്റിന്റെ സുജൂദ് അല്ലാഹു നമുക്ക് അനുഗ്രഹം തരുമ്പോൾ അല്ലാഹുവിന് കൊടുക്കാനാണ്. സുജൂദ് മറ്റാരും മുന്നിലും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന് ശുക്റിന്റെ ഒരു സുജൂദ് ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ശുക്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു എന്ന് വിചാരിക്കാം, അത് പരിഹരിക്കാനും പരിഹാരമാർഗമുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രഭാത സമയത്ത് ഒരാൾ അല്ലാഹുമ്മ മാ അസ്ബഹ ബി നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലകൽ ശുക്ർ. പ്രദോഷ സമയത്ത്, വൈകുന്നേര സമയത്ത് അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകൽ ശുക്ർ. ഈ ദിക്ർ പ്രഭാത സമയത്ത്, പ്രദോഷ സമയത്ത് രണ്ടിനും പ്രത്യേകമായി മുത്തനബി പറഞ്ഞു. ഇത് ചൊല്ലിയാൽ രാവിലെ സമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ ശുക്ർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രശ്നം ഇല്ലാതെ നമ്മെ പരിഹരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ ദിക്ർ പഠിച്ചു വെക്കണം, ഈ ദിക്ർ നമ്മൾ പഠിച്ചു വെക്കണം. രാത്രിയിൽ പ്രഭാത സമയത്ത് പ്രത്യേകമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നാം ശുക്ർ ചെയ്യുന്നവരാവണം, അല്ലാഹുവിന്റെ ശുക്ർ നന്ദി രേഖപ്പെടുത്തുന്നവരാവണം. ആ ശുക്റിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. ആ ശുക്ർ എങ്ങനെ ഏത് ചെറിയ കാര്യത്തിനും ശുക്ർ ചെയ്യണം, എത്ര ചെറിയ കാര്യത്തിനും ശുക്ർ ചെയ്യണം. ഹബീബായ തങ്ങൾ പറഞ്ഞു, മല്ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീർ. ചെറുതിനൊന്നും നന്ദി പറയുന്നില്ലെങ്കിൽ പിന്നെ വലുതിന് നന്ദി പറയാത്തവനാണ് അവൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെറുതാണെന്ന് തോന്നിയാലും അതിന് ശുക്ർ പറയണം. ജനങ്ങൾക്ക് ശുക്ർ ചെയ്യാത്തവൻ ലം യശ്കുരില്ലാഹ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യാത്തവനാണ്. അപ്പൊ ജനങ്ങളോടും നന്ദി പറയുന്നവനായി നമ്മൾ മാറണം. ജനങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ എന്ത് പറയണം എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ആരെങ്കിലും ഒരാളിലേക്ക് നന്മ ചെയ്താൽ ഫഖാല ലിഫാഇലി, അത് ചെയ്തു തന്നയാളോട് പറയണം ജസാകല്ലാഹു ഖൈറാ, ജസാകല്ലാഹു ഖൈറാ എന്ന് പറയാം. ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ഖൈർ, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നു. ഒന്ന് പോകുന്ന അവസരത്തിൽ ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞു, അവിടെ ഇറങ്ങുന്ന സമയത്ത് ജസാകല്ലാഹു ഖൈറാ, ജസാകല്ലാഹു ഖൈറാ ഇത് പറയണം. ഇത് പറയാത്തവൻ അല്ലാഹുവിന് നന്ദി ചെയ്യാത്തവനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് തന്നെ നന്ദിയുള്ളവരായ അടിമയായി നമ്മൾ ജീവിക്കണം. അതാണ് ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറയുന്നത്, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. നിങ്ങൾ നന്ദി ചെയ്താൽ അതിന്റെ എല്ലാ അനുഗുണങ്ങളും അത് നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം വമൻ കഫറ ഫഇന്നല്ലാഹ വലിയ്യുൻ ഹമീദ്. നിങ്ങൾ ഇനി നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളെ കൈയൊഴിഞ്ഞിട്ട്, നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ പിന്നെ അല്ലാഹു കൈയൊഴിഞ്ഞു പോകും.
മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദികേട് കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തിരിഞ്ഞു നോക്കില്ലെന്ന് മാത്രമല്ല നിങ്ങളെ ഈ ഭൂമി ലോകത്ത് നിന്ന് പാടെ തുടച്ചു കളയുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ. അദാബുൻ ശദീദ്, നല്ല ശിക്ഷ നിങ്ങൾക്ക് നൽകും, ശക്തമായ ശിക്ഷ, വേദനാജനകമായ അതിഭീകരമായ ശിക്ഷ നൽകും എന്ന് ഖുർആൻ. അതുകൊണ്ട് നന്ദികേട് കാണിക്കുന്നവരാവരുത്, നന്ദികേട് കാണിക്കുന്നവരാവരുത്. അല്ലാഹു ഇതൊക്കെ തന്നിട്ട് അൽഹംദുലില്ലാഹ് പറയുന്നതിന് പകരം അതൊക്കെ എന്റെ കൈ കൊണ്ട് നേടിയെടുത്തതാണ് എന്നോ അല്ലെങ്കിൽ പടച്ച റബ്ബിനെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയോ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എന്താണോ ഇൽമാണോ പകർന്നു കൊടുക്കണം. അറിവാണ് എങ്കിൽ നമുക്ക് കിട്ടിയതെങ്കിൽ ആ അറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും അത് പകർന്നു കൊടുക്കുകയും. ധനം നൽകിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് സ്വാധീനമുള്ള വാക്കുകൾ കൊണ്ട് സ്വാധീനം അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. അങ്ങനെ എന്ത് അല്ലാഹു നൽകിയോ അതിന് ശുക്ർ രേഖപ്പെടുത്തുന്നവരാവരം. പുറംതിരിഞ്ഞു നിന്നാൽ പടച്ച റബ്ബ് ശിക്ഷിക്കും. വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ ഖുർആനിലുടനീളം പറഞ്ഞിട്ടുണ്ട്. യമനിലെ അതിമനോഹരമായ ഒരു പ്രദേശമായിരുന്നു സബ. സൂറത്തു സബയിൽ സംഭവം പറയുന്നുണ്ട്. ആ സബയിൽ ജീവിച്ചിരുന്നവർ സമൃദ്ധമായ രൂപത്തിൽ ജീവിക്കാനുള്ള ജലാശയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. ജലാശയത്തിന്റെ ഇരുവശങ്ങളിലും പാർശ്വവശങ്ങളിൽ നല്ല തഴച്ചു വളരുന്ന വലിയ പഴത്തോട്ടം അല്ലാഹു സംവിധാനിച്ചു. പടച്ച റബ്ബ് അവരോട് ഒരൊറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവരാവണം. പക്ഷെ അവരത് ചെവികൊണ്ടില്ല. അങ്ങനെ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിന്റെ ഭവിഷ്യത്തുണ്ടായി. അല്ലാഹു അവർക്കെതിരെ ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം, ഒരു പ്രളയം കൊടുത്തു അല്ലാഹു തആല. ആ ജലാശയം തകർന്നുപോയി എന്ന് മാത്രമല്ല, അവരുടെ അണക്കെട്ട് തകർന്നുപോയി എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന തോട്ടങ്ങളിൽ കൈപ്പേറിയ പഴം മുളക്കാൻ തുടങ്ങി. അവിടെ മുളച്ചു പൊന്തിയിരുന്ന നല്ല ചെടികൾക്ക് പകരം മുൾച്ചെടികൾ വളരാൻ തുടങ്ങി. കൈപ്പേറിയ ആ പഴം പോലും പറിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമാവശേഷമാക്കി കളഞ്ഞു. അപ്പോൾ അല്ലാഹുവിന് നന്ദികേട് കാണിച്ചാൽ പടച്ച റബ്ബ് ശിക്ഷിക്കും. പടച്ച റബ്ബ് പിടിക്കുമ്പോൾ വലിയ പിടുത്തമായിരിക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അല്ലാഹുവിനെ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഐശ്വര്യവാനാണ്. പടച്ച റബ്ബ് നിങ്ങളുടെ ശുക്രൊന്നും കിട്ടിയിട്ട് വേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ്. വലിയ സംഭവങ്ങൾ ഇനിയുമുണ്ട്, സാഹചര്യം അനുസരിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ നന്ദി അത് നമ്മൾ അല്ലാഹുവിനെ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരാവണം. പലപ്പോഴും ഈ നന്ദി പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മറ്റൊരാളോട് താരതമ്യം ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ്. മറ്റൊരാളോട് അപ്പുറത്ത് വരയിലേക്കാ പെട്ടെന്ന് നമ്മളെ കണ്ടുപോകാം, നമ്മുടെ വീട്ടിലേക്കല്ല. ഓ, അവന്റെ ഇപ്പൊ ടെറസൊക്കെ കണ്ടില്ലേ, അവിടെ ഇന്റീരിയർ വർക്ക് കണ്ടില്ലേ, അവന്റെ പോർച്ചിൽ കണ്ടില്ലേ, വാഹനം, എന്താ പ്രോബ്ലം നമുക്ക് ഇപ്പൊ ഇതൊന്നും തരാത്ത. അതുകൊണ്ട് നന്ദി വരൂല, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയില്ല. പടച്ചോനെ നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ താഴെ ഗ്രേഡിലുള്ളവരിലേക്കാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കണം. പടച്ചോനെ ഇതുപോലും ഇല്ലാത്തത്ര ആളുകളുടെ വാടകയ്ക്ക് വർഷങ്ങളോടെ ഗൾഫിൽ നിന്നിട്ട് വാടക വീട്ടിൽ ഇപ്പോൾ കഴിയുന്ന ആളുകളുണ്ട്. ഒരു 5 സെന്റിന് നല്ലൊരു വീട് കിട്ടിയില്ല, അൽഹംദുലില്ലാഹ്. ഇനി വാടക വീട്ടിലാണെങ്കിൽ തന്നെ പടച്ച റബ്ബേ എത്ര ആളുകൾ വാടക പോലും കൊടുക്കാൻ കഴിയാതെ തെരുവോരങ്ങളിൽ വിരിച്ചു കിടക്കുന്നുണ്ട്. പടച്ച റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള മനസ്സ്. അപ്പോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് ശുക്ർ വരാത്തത്, നമുക്ക് നന്ദി കേട് വരുന്നത്. അതുകൊണ്ടാണ്. രണ്ടാമത്, നമ്മൾ മറവി സംഭവിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ഇങ്ങനെ കുത്തൽക്കായി മാറുമ്പോ നമ്മൾ എന്താണ് മറന്നു പോവുകയാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വായു നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഒരു പിശുക്കും കാണിക്കുന്നില്ല അല്ലെ. നമ്മൾ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലും അതിന്റെ വില അറിയുന്നുണ്ടോ? ഓക്സിജനെ അൽഹംദുലില്ലാഹ് ആരാ പറയുന്നത്? ഓരോ ശ്വസന സമയത്തും യഥാർത്ഥത്തിൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണ്ടേ. പക്ഷെ പറയാൻ നമുക്ക്
നമ്മൾ അത് സാധാരണമായി പോയി, അത്രയും നമുക്ക് കിട്ടിപ്പോയി. പക്ഷെ അൽഹംദുലില്ലാഹ് പറയും, ഏത് സമയത്ത് നമുക്ക് സ്വാഭാവികമായി അത് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു, കൃത്രിമമായി ഉണ്ടാകുന്ന സിലിണ്ടറിൽ നിന്ന് ശ്വസിക്കേണ്ട സാഹചര്യം വന്നിട്ട് നാം ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ബില്ലിൽ അത് ആ ഓക്സിജൻ ശ്വസിച്ചതിന്റെ ഒരു മാസക്കാലത്ത് ഒരു എസ്റ്റിമേറ്റ് ഞാനങ്ങ് പറയട്ടെ 1,00,000 രൂപ എന്നാണെങ്കിൽ ആ സമയത്ത് മൂക്കത്ത് വിരൽ വെച്ചിട്ട് നമ്മളെന്ന് പറയും, പടച്ചറബ്ബേ എത്ര വർഷമായി നീ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ വില അറിയുന്നത്. നമ്മളിതിന് സാധാരണമായി അല്ലാഹു തആല നൽകുമ്പോൾ അത് അറിയുന്നില്ല, ഇതിന്റെ വില മനസ്സിലാക്കുന്നില്ല, മറവി സംഭവിക്കുകയാണ്. അല്ലാഹു തന്ന നിഅമത്തുകൾ മുഴുവനും ഓർത്ത് അവനെ ശുക്ർ ചെയ്യാൻ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.